नमस्ते छात्रों। कबीर दास के दोहे। कबीर दास के प्रत्येक दोहे में एक आदर्श है जो हमारे जीवन की सफलता में हमारी मदद करता है। पिछली कक्षा में हमने एक दोहा पढ़ा, बुरा जो देखन मैं चला, बुरा न मिलिया कोई, जो दिल खोजो आपना, मुझसा बुरा न कोई, मुझसा बुरा न कोई। इसमें हमने पढ़ा हमें पहले अपनी बुराइयों को सुधारना है। ആദ്യം നമ്മുടെ തെറ്റുകൾ തിരുത്തണം എന്ന ഉപദേശമാണ് കബീർദാസ് ഈ ദോഹയിൽ നമുക്ക് നൽകിയത്. ഇന്ന് നമ്മളൊരു പുതിയ ദോഹ പഠിക്കാൻ പോകുന്നു. നോക്കൂ, ലഘുതാ സേ പ്രഭുതാ മിലേ, प्रभुता से प्रभु दूरी, चींडी ले शक्कर चली, हाथी के सिर धूरी, हाथी के सिर धूरी. ലഘുത വിനയം, ലാളിത്യം എന്നാണ് അർത്ഥം. വിനയത്തിൽ നിന്നും ലാളിത്യത്തിൽ നിന്നും നമുക്ക് മഹത്വം കിട്ടുന്നു. പ്രഭുത മഹത്വം. വിനയത്തോടെ പെരുമാറുന്ന ഒരാൾക്ക് എന്നും എല്ലായിടത്തും അംഗീകാരം കിട്ടുന്നു, മഹത്വം കിട്ടുന്നു. ആ മഹത്വമുള്ള ഒരാളിൽ നിന്ന് എന്ത് ദൂരെ മാറി പോകുന്നു? അഹങ്കാരം ദൂരെ മാറിപ്പോകുന്നു. പ്രഭുമാനെ അഹങ്കാരം. നോക്കൂ, ലാളിത്യമുള്ള ഒരാളിൽ നിന്ന് അഹങ്കാരം ദൂരെ മാറിപ്പോകുന്നു. അപ്പോൾ ലാളിത്യമുള്ള ഒരാളിൽ അഹങ്കാരമില്ലാതാവുകയും അയാൾക്ക് മഹത്വം കിട്ടുകയും ചെയ്യുന്നു. ലഘുതാസേ विनय से महत्व, प्रभुता महत्व मिलते हैं. उस महत्व से, लघुता से मिले महत्व से अहंकार दूर हो जाते हैं. ഇതിനൊരു ഉദാഹരണം അദ്ദേഹം പറയുന്നത്, ചീണ്ടി ഉറുമ്പ്, ചീണ്ടി ശക്കർ ലേക്കർ ചൽത്താ ഹേ. ഉറുമ്പ് ചെറിയ ജീവിയാണ്, പക്ഷെ അതിൻ്റെ തലയിൽ എന്താണ്? വളരെ മധുരമുള്ള ചീനി, ശക്കർ, പഞ്ചസാരയാണ്. ഉറുമ്പിനെ നമുക്കെല്ലാവർക്കും റെസ്പെക്റ്റാണ്. ഉറുമ്പ് നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്യുന്നു. തൻ്റെ തലയിൽ നിന്ന് വീണു പോകുന്ന പഞ്ചസാര കഷ്ണം തൻ്റെ ലക്ഷ്യസ്ഥാനത്ത് എത്തിക്കുന്നത് വരെയും അത് ഹാർഡ് വർക്ക് ചെയ്യും. ഉറുമ്പിൻ്റെ അനുസരണയോടെയുള്ള ചിട്ടയോടെയുള്ള യാത്രയും വരിവരിയായുള്ള യാത്രയും മറ്റും കാണുമ്പോൾ നമുക്ക് അതിശയം തോന്നാറുണ്ട് അല്ലേ? ഇത്രയും ചെറിയ ജീവിയായിട്ടും എല്ലാ ജീവികളെയും റെസ്പെക്റ്റ് ചെയ്ത് അതിൻ്റെ വഴിയിലൂടെ ഹാർഡ് വർക്ക് ചെയ്ത് ജീവിക്കുന്ന ഉറുമ്പ് നമുക്ക് വളരെയധികം ബഹുമാനമുള്ള ഒരു ചെറിയ ജീവിയാണ്. അതിൻ്റെ കൂട്ട് ശർക്കരയുമായാണ്. പക്ഷേ ഹാത്തി ഘമണ്ഡി ഹോത്തെ ഹേ. ഹാത്തി അഹങ്കാർ കെ പ്രതീക് ഹേ. ഉറുമ്പിനെയൊക്കെ ചവിട്ടി മെതിക്കുന്ന അഹങ്കാരിയായ ഹാത്തിയാണെങ്കിലോ കുളിപ്പിച്ച് സുന്ദരനാക്കി നിർത്തുമ്പോഴും പൊടി മണ്ണിൽ കയറി ഉരുണ്ട് കളിക്കുന്ന ഹാത്തിയാണല്ലേ. അവൻ്റെ തലയിൽ എന്നും മണലേ ഉള്ളൂ, ധൂലി, പൊടി, മണൽ അല്ലേ, പൊടി മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇവിടെ കബീർദാസ് വിനയത്തിൻ്റെ പ്രാധാന്യം പറയുന്നു. നമുക്കതിനെ ഒന്ന് പരീക്ഷയ്ക്ക് എങ്ങനെ എഴുതാമെന്ന് നോക്കാം. ആദ്യം നിങ്ങൾ ഇൻട്രൊഡക്ഷൻ എഴുതണം. കബീർദാസ് ഭക്തികാൽ के निर्गुण भक्ति शाखा के ज्ञानाश्रयी शाखा के प्रसिद्ध कवि हैं. इन्हीं ഈ രണ്ട് വരിയുടെ ആശയം, हम जितने विनम्र और सरल होते हैं, ईश्वर हमारे उतने नज़दीक आते हैं. ഇത് ഭക്തികാലിലെ ദോഹയാണ്. അപ്പോൾ എപ്പോഴും ഈശ്വരനുമായി ഒരു കണക്ഷൻ ആ ദോഹയ്ക്കുണ്ടാകും. നമ്മൾ എത്രത്തോളം വിനയത്തോടെ ജീവിക്കുന്നുവോ ഈശ്വരൻ അത്രത്തോളം നമ്മുടെ നസ്ദീക്ക്, അടുത്തെത്തുന്നു. അതായത് വിനയമുള്ള ഒരാളുടെ അടുത്തേക്ക് മഹത്വം എത്തുന്നു, അല്ലെങ്കിൽ ഈശ്വരൻ എത്തുന്നു. हम जितने घमंडी और अहंकारी होते हैं, ईश्वर हमसे उतने दूर हो जाते हैं. നമ്മൾ എത്രത്തോളം അഹങ്കാരിയാകുന്നുവോ അത്രത്തോളം ഈശ്വരൻ നമ്മളിൽ നിന്ന് ദൂരെ മാറിപ്പോവുകയും ചെയ്യും. കബീർ ഇസ് തത്വ को एक सुंदर उदाहरण से व्यक्त करते हैं. കബീർ ഈ തത്വത്തെ വളരെ മനോഹരമായ ഒരു ഉദാഹരണം കൊണ്ട് വ്യക്തമാക്കുകയാണ്. ഹാത്തി ഇത്തനെ ബഡേ ഹോത്തെ ഹുയെ ഭി ഉസ്കെ സിർ പർ ഹമേശ നിസാർ വസ്തു ധൂൽ രഹത്താ ഹൈ. ഹാത്തി വളരെ വലിയ ജീവിയാണ്, പക്ഷേ
അവൻ്റെ തലയിൽ വളരെ നിസ്സാരമായ പൊടി മണ്ണാണ് ഉള്ളത്. ലേക്കിൻ ചീണ്ടി ഇത്തന ചോട്ടാ ജീവ് ഹോനെ പർ ഭി ഉസ്കെ സിർ പർ മീഠി ചീനി രഹത്തി ഹെ. പക്ഷേ ഉറുമ്പ് വളരെ ചെറിയ ജീവിയായിട്ടും അതിൻ്റെ തലയിലാണെങ്കിലോ മധുരമുള്ള പഞ്ചസാരയാണ്. കബീർ ഇസ് ദോഹെ മേ ലാളിത്യ और विनय की महिमा पर बल देते हैं. കബീർ ഈ ദോഹയിൽ ലാളിത്യത്തിനും വിനയത്തിനുമാണ് പ്രാധാന്യം നൽകുന്നത്. മൂന്നാമത്തെ ദോഹെ. ദുഃഖ മേ സുമിരൻ സബ് കരേ സുഖ മേ കരൈ ന കോയ് जो सुख में सुमिरन करई तो दुख काहे होय तो दुख काहे होय. നോക്കൂ, ദുഃഖമേ സുമിരൻ സബ് കരേ, ദുഃഖത്തിൽ എല്ലാവരും ഓർക്കുന്നു. സുമിരൻ കർണ ഓർക്കുക, എല്ലാവരും ഓർക്കുന്നു. നമ്മൾ ദുഃഖത്തിൽ ആരെയൊക്കെ ഓർക്കും? നമ്മുടെ ഫ്രണ്ട്സിനെ കാണണമെന്ന് നമുക്ക് തോന്നും. അയ്യോ, എനിക്ക് എൻ്റെ കൂട്ടുകാരെ ഒന്ന് കാണാൻ പറ്റിയെങ്കിൽ, അവരെന്നെ ഒന്ന് സഹായിച്ചെങ്കിൽ, അല്ലേ? സുഖമില്ലാതെ നമ്മൾ കിടക്കുകയാണെങ്കിൽ ഒരല്പം വെള്ളം ആരെങ്കിലും കൊണ്ട് തന്നെങ്കിൽ, ആഹാരം കിട്ടിയെങ്കിൽ, നമുക്ക് എണീക്കാൻ വയ്യ, ഒന്നും ചെയ്യാൻ വയ്യാത്ത അവസ്ഥയിൽ സാമ്പത്തികമായി നമ്മൾ ബുദ്ധിമുട്ടുമ്പോഴും നമ്മൾ ആഗ്രഹിക്കും ഒരു അല്പ സഹായം, സാമ്പത്തിക സഹായം അടുത്ത വീട്ടുകാരൻ ചെയ്തെങ്കിൽ, അല്ലേ? അപ്പോൾ ബന്ധുക്കളെയും ഫ്രണ്ട്സിനെയും അയൽവക്കക്കാരെയും ഈശ്വരനെയും എല്ലാവരെയും നമ്മൾ ഓർമ്മിക്കും ദുഃഖത്തിൽ. പക്ഷെ മനുഷ്യൻ്റെ ഒരു പ്രത്യേകത എന്താ? സുഖമേ കരയിന കോയ്, സുഖത്തിൽ ആരെയും ഓർക്കില്ല. നല്ല സാമ്പത്തിക ഭദ്രതയുണ്ട്, ആരോഗ്യമുണ്ട്, കാറുണ്ട്, വീടുണ്ട്, ഭക്ഷണമുണ്ട്, വസ്ത്രമുണ്ട്, പിന്നെ ആരെ ഓർക്കണം, അല്ലേ? ഈശ്വരനെയും മറക്കും, ഫ്രണ്ട്സിനെയും മറക്കും, എല്ലാവരെയും നമ്മൾ മറന്നു പോകും. അവരെയൊക്കെ കാണുമ്പോൾ കഴിവതും ഒരു ഹായ് പറഞ്ഞ് അവരെ ഒഴിവാക്കാൻ ശ്രമിക്കും. സംസാരിക്കാൻ സമയമില്ല. കാരണം നമുക്ക് എൻജോയ് ചെയ്യണം ലൈഫ്, നമുക്ക് അവിടെ പോകണം, ഇവിടെ പോകണം, എൻജോയ് ചെയ്യണം, സുഖം മാത്രം. കബീർ ദാസ് അങ്ങനെ ചിന്തിക്കുന്ന മനുഷ്യർക്ക് ഒരു ഉപദേശം നൽകുകയാണ്. നിങ്ങളൊന്ന് ആലോചിക്കൂ, മനുഷ്യ കെ ജീവൻ മേ സുഖ ദുഃഖ ജറൂർ ആയേഗ. ഒരു സുഖമുണ്ടെങ്കിൽ ദുഃഖമുണ്ടാകും, അത് അനിവാര്യമാണ് മനുഷ്യ ജീവിതത്തിൽ. എപ്പോഴും നമുക്ക് സുഖിയായി സന്തോഷവാനായി ജീവിക്കാൻ പറ്റില്ല. ദുഃഖം അനിവാര്യമാണ്. ആരോഗ്യമുള്ള ഒരു സമയമുണ്ടെങ്കിൽ രോഗമുള്ള ഒരു സമയം നമുക്കുണ്ടാകും. അപ്പോൾ ആ ദുഃഖം ഉണ്ടാകാതിരിക്കാനുള്ളൊരു പോംവഴി പറഞ്ഞു തരികയാണ്. എന്താ? ജോ സുഖമേ സുമിരൻ കരേ, സുഖത്തിലും നമ്മളെല്ലാവരെയും ഓർക്കുക. സുഖം വരുമ്പോൾ മറന്നു പോകരുത്. നമ്മൾ ഈശ്വരനെയും ഫ്രണ്ട്സിനെയും അയൽവക്കക്കാരെയും എല്ലാവരെയും ചേർത്ത് പിടിക്കുക. നമ്മുടെ സുഖാവസ്ഥയിൽ തൊട്ടടുത്ത വീട്ടിൽ പട്ടിണി കിടക്കുമ്പോൾ അത് കാണാത്ത മട്ടിൽ ഇവിടെ ചിക്കൻ ബിരിയാണി കഴിക്കരുത്. നമ്മൾ അവരെ കൂടെ ആഹാരം കൊടുത്ത് നമ്മളോട് ചേർത്ത് പിടിക്കുക. പഠിക്കാൻ കഴിയാതെ ബുദ്ധിമുട്ടുന്ന നമ്മുടെ ഫ്രണ്ട്സിന് നമ്മൾ സഹായമാവുക. നമ്മളെന്നും ഈശ്വരനെ ഓർക്കുക. നമുക്ക് കിട്ടിയ സൗഭാഗ്യത്തിന് നന്ദി പറയണം. അപ്പം ഇങ്ങനെ സുഖാവസ്ഥയിലും നമ്മൾ എല്ലാവരെയും ഓർത്താലുള്ള ഗുണം എന്താണ്? ഹമേ ദുഃഖ് കഭി നഹി ഹോഗ, നമുക്കൊരിക്കലും ദുഃഖമുണ്ടാവില്ല. നമുക്ക് പെട്ടെന്നൊരു അസുഖം വന്നു, നല്ല ഹെൽത്തി ആയിരുന്നു, സുഖമായിരുന്നു, നമുക്ക് പെട്ടെന്നൊരു അസുഖം വന്നാലും നമ്മൾ സുഖകാലത്ത് ചേർത്ത് പിടിച്ചവർ നമ്മുടെ ചുറ്റും ഉണ്ടാകും. അപ്പം നമുക്ക് അസുഖമൊക്കെ പെട്ടെന്ന് മാറും. നമ്മെ സഹായിക്കാൻ 4 ചുറ്റും ആളുണ്ട്. അപ്പോൾ സുഖത്തിൽ എല്ലാവരെയും ഓർക്കുന്ന ഒരാൾക്ക് ദുഃഖമുണ്ടാകില്ല എന്ന് കവി പറഞ്ഞതിൻ്റെ അർത്ഥം മനസ്സിലായല്ലോ. നമ്മൾ ദുഃഖമുണ്ടാകുന്ന സമയത്ത് നമുക്ക് ചുറ്റും നമ്മെ സഹായിക്കാൻ എല്ലാവരും ഉണ്ടാകും. അപ്പോൾ നമ്മുടെ ദുഃഖം, ആ സ്നേഹത്തിൽ നമ്മുടെ ദുഃഖം വീണ്ടും സുഖമായി മാറും. അപ്പോൾ പ്രകൃതിയിൽ സുഖദുഃഖം അനിവാര്യമാണ് എന്ന സത്യം നമ്മൾ മനസ്സിലാക്കണം. സുഖത്തിലും നമ്മൾ എല്ലാവരെയും സ്നേഹിക്കണം. ഇതാണ് ഈ ദോഹയിൽ കബീർദാസ് നമുക്ക് നൽകുന്ന ഉപദേശം. അതിൻ്റെ ഭാവാർത്ഥം എഴുതുമ്പോഴും നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ആദ്യം ഇൻട്രൊഡക്ഷൻ എഴുതണം. കബീർദാസ് ഭക്തികാൽ के ज्ञानाश्रयी शाखा के निर्गुण भक्ति शाखा के ज्ञानाश्रयी शाखा के कवि हैं. दुख के अवसर पर सब लोग अपने आश्रय का स्मरण करते हैं. ദുഃഖം ഉണ്ടാകുമ്പോൾ ആശ്രയം കിട്ടുന്നവരെ എല്ലാവരെയും നമ്മൾ ഓർക്കും. നമുക്ക്
സഹായിയാവാൻ കഴിയുന്ന എല്ലാവരെയും നമ്മൾ ഓർക്കും. पर सुख के अवसर पर हम अपने सहारे को भूल जाते हैं. പക്ഷേ നമ്മെ ഒരിക്കൽ സഹായിച്ച ആൾക്കാരെ പോലും സുഖം വരുമ്പോൾ നമ്മൾ മറന്നു പോകുന്നു. കബീർദാസ് कहते हैं സുഖ के समय पर भी सहारों की याद करें. സുഖം വരുമ്പോഴും നമ്മളെ സഹായിച്ചവരെ നമ്മൾ ഓർക്കൂ. तो दुख नहीं होगा. നമുക്കൊരിക്കലും പിന്നെ ദുഃഖമേ ഉണ്ടാകില്ല. വളരെ മനോഹരമായ, വളരെ പ്രധാനപ്പെട്ട ആശയമാണ് കബീർദാസിൻ്റെ ഓരോ ദോഹയിലും. ശരിക്കും നമ്മുടെ ലൈഫിൽ നമ്മൾ ബോധപൂർവം ഈ ആദർശങ്ങൾ ഇംപ്ലിമെൻ്റ് ചെയ്താൽ നമ്മുടെ ജീവിത സ്റ്റൈല് തന്നെ, നമ്മുടെ ജീവിതത്തിലും മനസ്സിൻ്റെ സുഖത്തിനും ഒക്കെ ഉണ്ടാകുന്നൊരു മാറ്റം ഉണ്ടല്ലോ, വല്ലാത്തൊരു നല്ല അനുഭൂതി നമുക്ക് കിട്ടും. ജീവിതത്തിൽ സന്തോഷവും സമാധാനവും നമുക്ക് എപ്പോഴും നിറഞ്ഞു നിൽക്കും. അതുകൊണ്ട് പ്രിയപ്പെട്ട കുട്ടികളെ, ഒരിക്കലും കബീർ കെ ദോഹെ നിങ്ങൾ പരീക്ഷയ്ക്ക് മാർക്കിനായി പഠിക്കരുത്. പകരം നിങ്ങളുടെ ലൈഫ് സ്റ്റൈൽ മാറ്റാൻ, നിങ്ങളുടെ മനസ്സിനെ സന്തോഷവും സംതൃപ്തിയുമുള്ള നല്ലൊരു ജീവിതത്തിലേക്ക് നയിക്കാൻ നിങ്ങളെ ഓരോരുത്തരെയും ഈ ദോഹ സഹായിക്കട്ടെ. ധന്യവാദ് ബച്ചോ. और 2 दोहे हमें पढ़ने के लिए है. अगली कक्षा में हम वे पढ़ेंगे. धन्यवाद.